ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന 10th മെയിൻസ് ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംബാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? DK കാർവെ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആര്? NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? G. ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? കുമാരനാശാൻ. വിവേകോദയം ആരംഭിച്ച വർഷം 1904 മെയ് 13. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം 338B. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം, വിദ്യുച്ഛക്തി, ജനസംഖ്യാ നിയന്ത്രണം. ഇത് രണ്ടും പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ക്രമസമാധാനം പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 3, 4. ശരിയായ പ്രസ്താവനകൾ: 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഇവിടുത്തെ തെറ്റായ പോയിന്റ് ഇതാണ്: മഹലോനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. മഹലോനോബിസ് മാതൃക എന്നത് 2ാം പഞ്ചവത്സര പദ്ധതിനെയാണ് മഹലോനോബിസ് മാതൃക എന്ന് വിളിക്കുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതിനെ അല്ല. മഹലോനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. അതോർത്ത് വയ്ക്കുക. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം ആണ്. ശരിയായ പ്രസ്താവനകൾ: നീതി ആയോഗ് 2015 ജാനുവരി 1 രൂപീകരിക്കപ്പെട്ടു.
ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്കാണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മൈസൂർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 3ഉം 5ഉം മാത്രം. ഗുജറാത്ത്, മധ്യപ്രദേശ്. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളായ സംസ്ഥാനങ്ങളാണ് ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഡ്യൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഡ്യൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ആരവല്ലിയിലല്ല, സിവാലിക് നിരകളിലാണ്. ഡ്യൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക് നിരയിലാണ്. ആരവല്ലി പർവ്വതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. വടക്കൻ സിർക്കാസ് തീരം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമതലങ്ങളാണ് മലബാർ തീരം, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? UN സെക്രട്ടറി ജനറൽ. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗേൽ. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി ആണ്. ഇപ്പോഴത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ആണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 and 2. കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, പൂക്കോട് തടാകം, വെള്ളായണി തടാകം. ഇത് 3ഉം ശുദ്ധജല തടാകങ്ങളാണ്.
പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്: ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എറണാകുളം ജില്ലയിൽ വച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഷോളയാർ, പാലക്കാട്. ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. പാലക്കാടല്ല, തൃശ്ശൂർ ജില്ലയിലാണ് ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ഇടുക്കി, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം. ഇതെല്ലാം ശരിയായ ജോഡികളാണ്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആറളം. ഇടുക്കി ജില്ലയുമായി ബന്ധമുള്ളതാണ് കുറിഞ്ഞിമല, ചിന്നാറ്, പെരിയാറ്. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയ ഉദ്യാനം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 5. ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, അഴീക്കൽ കൊല്ലം. ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളാണ് ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേര് എന്ത്? ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപര്യാപ്തത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? പവിത്ര, അന്നപൂർണ. ലോല, മാലിക, പയറ്, കിരൺ, അർക്ക, വെണ്ട, സൂര്യ, ശ്വേത, വഴുതന. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി. മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ: ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1 ശരി, 3 ശരി. കാൽസ്യം, ഫോസ്ഫറസ്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? ഓപ്ഷൻ സി 2 ശരി, 3 ശരി. മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ചെറുധാന്യങ്ങൾ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു.
ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. സിങ്ക്, ഗലീന. ഗലീന ലെഡിൻ്റെ അയിരാണ്. ഗലീന എന്ന് പറയുന്നത് ലെഡിൻ്റെ അയിരാണ്. അതാണ് കറക്റ്റ് പോയിന്റ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്. കോപ്പറിൻ്റെ അയിരാണ് കുപ്രൈറ്റ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഓപ്ഷൻ സി 2ഉം 3ഉം. മാസ്, പ്രവേഗം. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേണ്ടി, ലൂയിസ് ഇബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ സി 4 മാത്രം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ഈ പോയിന്റാണ് ഇവിടെ തെറ്റ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരത്തിലൂടെയാണ്. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരം, ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകം. ഇനി ഇവിടുത്തെ ശരിയായ പ്രസ്താവനകൾ. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൻ്റ് ഏത്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? ഓപ്ഷൻ ഡി 2 ശരി, 4 ശരി. മന്ത്, മലമ്പനി. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 ശരി, 3 ശരി. ശരിയായ പ്രസ്താവനകൾ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത്. വാക്സിനുകളെല്ലാം കുത്തിവെപ്പിലൂടെ നൽകുന്നവയാണ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ്: രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഡയേറിയ, ബാക്ടീരിയ. ഇവിടെ തന്നിരിക്കുന്ന തെറ്റായ ജോഡികളെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് പറയാം. ക്ഷയം ബാക്ടീരിയ രോഗമാണ്. ചിക്കൻ പോക്സ് വൈറസ് പരത്തുന്ന രോഗമാണ്. മലേറിയ പ്ലാസ്മോഡിയം എന്ന രോഗാണുവിൽ നിന്ന് ഉണ്ടാകുന്ന രോഗമാണ്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 ശരി, 2 ശരി. ശരിയായ പ്രസ്താവനകൾ: ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ
രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി, വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയല്ല, വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്നവയാണ്. ശരിയായ പ്രസ്താവനകൾ: വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ഓപ്ഷൻ സി 1 ശരി, 4 ശരി. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആസാം. 2023 ഓഗസ്റ്റിൽ EG 5.1 ERIS എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ഇനി മാത്സ് ആണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ഓപ്ഷനും പറഞ്ഞു പോവാം. 81 ബി, 82 എ, 83 സി, 84 ഡി, 85 ബി, 86 സി, 87 ഡി, 88 ഡി, 89 എ, 90 ബി, 91 സി, 92 ബി, 93 സി, 94 ബി, 95 എ, 96 സി, 97 ബി, 98 എ, 99 എ, 100 സി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.